സംസ്ഥാന ബജറ്റിൽ ഗുരുവായൂർ മണ്ഡലത്തിന് പുതിയ പദ്ധതികളൊന്നും അനുവദിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച എംഎൽഎ എൻ.കെ. അക്ബർ കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ച പദ്ധതികളുടെ തുടർച്ച മാത്രമാണ് പുതുക്കിയ ബജറ്റിലും ഇടം പിടിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച 10 കോടി രൂപയുടെ പദ്ധതികൾ പുതുക്കിയ ബജറ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവായൂർ ആയുർവേദ ആശുപത്രിക്ക് 2 കോടി രൂപ, ചക്കങ്കണ്ടം സ്ലോയിസ് കം ബ്രിഡ്ജിന് 2 കോടി രൂപ, മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ വികസനം സ്ഥലമെടുപ്പ് ഉൾപ്പെടെ 2 കോടി രൂപ, ചാവക്കാട് PWD റെസ്റ്റ് ഹൗസ് പുതിയ കെട്ടിടത്തിന് 2 കോടി രൂപ, ഏങ്ങണ്ടിയൂർ കോട്ടക്കടപ്പുറം സ്കൂൾ ഗ്രൗണ്ട് വികസനം 1 കോടി രൂപ, വടക്കേക്കാട് GUP സ്കൂൾ പുതിയ കെട്ടിടത്തിന് 1 കോടി രൂപ എന്നിവയാണ് കഴിഞ്ഞ ബജറ്റിലെ ആവർത്തനങ്ങൾ. എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന കോട്ടപ്പടി തമ്പുരാൻപടി 500 റോഡ് BMBC പ്രവൃത്തിക്ക് ഇത്തവണ തുക വകയിരുത്തിയിട്ടില്ല. കൂടാതെ മമ്മിയൂർ ഫ്ലൈഓവർ നിർമ്മാണം, കടപ്പുറം കടൽഭിത്തി നിർമ്മാണം എന്നീ സുപ്രധാന ആവശ്യങ്ങൾക്കായി തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെയും നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു. എന്നാൽ ബജറ്റിൽ ഈ പദ്ധതികൾക്ക് സ്ഥാനം ലഭിച്ചിട്ടില്ല. ബജറ്റ് പ്രസംഗത്തിനു ശേഷം ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി MLA അറിയിച്ചു. മുൻ ധനമന്ത്രി KN ബാലഗോപാൽ കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ച പദ്ധതികൾ മാത്രമാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളതെന്നും ഗുരുവായൂർ മണ്ഡലത്തോട് കടുത്ത അവഗണനയാണ് ഉണ്ടായിരിക്കുന്നതെന്നും N.K. അക്ബർ കുറ്റപ്പെടുത്തി.